സുഹൃത്തുക്കളെ, ഞാനിതാ ഈ കാണിച്ചു തരുന്ന നായിന്റെ മോനെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കണ്ണടക്കം ഒരെണ്ണം പൊട്ടിച്ചോ, ഒന്ന് എൻ്റെ പേരിലും പൊട്ടിച്ചോ. എന്താണ് സംഭവം എന്നല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് ഈ നായിന്റെ മോനെ അടിക്കുന്നത്, ഈ നായിന്റെ മോൻ എന്താണ് ചെയ്തതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഇവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടേണ്ടത് തന്നെയാണ്. ഇവനെ ചവിട്ടി കൂട്ടേണ്ട പരിപാടിയാണ് അവൻ കാണിച്ചത്. ഇവന് കുറ്റിപ്പുറത്താണ്, മലപ്പുറത്താണ്. ഇവൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഇവന് മലപ്പുറത്തൊരു ഹോട്ടലുണ്ട്. ഇവൻ എന്ത് തന്തയില്ലായ്മ അത്രയും കാണിച്ചതെന്നറിയോ? ഇവന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവനൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. ഇവന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3 പണിക്കാർക്ക് ആഹാരം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ വന്നിട്ട് ഇവൻ്റെ ഹോട്ടൽ ആക്രമിച്ച് ഇവന് 10, 25, 25,000 രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അത് ആക്രമിച്ചത് മുസ്ലിങ്ങളാണ്. റമദാൻ മാസത്തിൽ ഹോട്ടൽ തുറന്നതിൻ്റെ പേരിലാണ് അവരെൻ്റെ ഹോട്ടൽ വന്ന് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ട് അയച്ചു. അപ്പോൾ ഏതാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് ഇവൻ അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാട്ടിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത്തരം തന്തയില്ലായ്മത്തരം കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. റമദാൻ മാസത്തിൽ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കൊടുത്തതിൻ്റെ പേരിൽ ഇവൻ്റെ ഹോട്ടൽ മുസ്ലിങ്ങൾ തല്ലി തകർത്തു എന്ന് പറഞ്ഞിട്ട് കള്ളപ്രചരണം ഉണ്ടാക്കി. ഈ കള്ള തന്തയില്ലാത്ത തായോടി മോൻ. അപ്പം ഇവന് പൊട്ടിക്കണോ പൊട്ടിക്കണ്ടേ? നിങ്ങൾ പറയും. പൊട്ടിക്കണോ പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണം. കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണടക്കം 2 പൊട്ടിച്ചേക്ക്. കാണിച്ചത് തന്തയില്ലാത്ത പണിയല്ലേ? തന്തയ്ക്ക് പറക്കാത്ത പണിയല്ലേ അവൻ കാണിച്ചത്? തന്തയ്ക്ക് പറക്കം കാണിക്കുന്ന പണിയാണോ? നമ്മൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, സഹോദരങ്ങളെപ്പോലെ ഒരു നാട്ടിൽ നമ്മൾ സന്തോഷമായിട്ട് കഴിയുന്നത് ഈ തന്തയില്ലാത്ത ഇവനെപ്പോലുള്ള മോന്മാർക്ക് പറ്റുന്നില്ല. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ഈ പ്രവാസ ലോകത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം വച്ചും സന്തോഷമായിട്ട് കഴിയുന്നത് ഇവനെപ്പോലുള്ള മോന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം ഇവൻ കാണിച്ച തന്തയില്ലായ്മ തന്നല്ലേ? അപ്പം ഞാൻ ഇവനെ തല്ലാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാറ മക്കളെ കണ്ണടക്കം പൊട്ടിച്ചേക്ക്. കാരണം അമ്മാതിരി തന്തയില്ലായ്മത്തനോട് കാണിച്ചത്, അതും നമ്മുടെ കേരളത്തിരുന്നിട്ട്. അല്ലെങ്കിൽ തന്നെ കുല വർഗീയ നായ്ക്കൾ അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവനെ പോലുള്ള തന്തയ്ക്ക് പറക്കാത്ത, തന്തയില്ലാത്ത തോളികൾ കാണിക്കുന്ന തന്തയില്ലാ പറപ്പേട്. ഇത്രയും തെറി വിളിച്ചെന്തിനെന്നറിയോ? ഇവനക്കൊക്കെ അത്യാവശ്യം 2 തെറി കൊടുക്കേണ്ടതാണ്. എന്താണ് കൊടുക്കണ്ടേ? 2 കണ്ണടക്കം അടിച്ചു പൊട്ടിക്കണ്ടേ ഇവൻ്റെ? ഇവൻ്റെ കണ്ണടക്കം അടിച്ചു പൊട്ടിക്കണം. കാരണം കാണിച്ചിരിക്കുന്നത് തന്തയില്ലായ്മ പരിപാടിയാണ്, തന്തയ്ക്ക് പറക്കായ്മയാണ് കാണിച്ചിരിക്കുന്നത്. തന്തയ്ക്ക് പറക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസല് തന്തയ്ക്ക് പറക്കായ്മയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എവിടെയെങ്കിലും ഉണ്ടോ? ആഹാരം കൊടുത്തതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ ഇവൻ്റെ ഹോട്ടൽ അടിച്ചു തകർത്ത് 20,000, 25,000 രൂപ നഷ്ടപരിഹാരം അല്ലെ ഉണ്ടായെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്? പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇവന് ചില സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊരു വർഗീയപരമായിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ് ഈ തന്തയില്ലാത്ത മോൻ. അപ്പോൾ പൊട്ടിക്കണ്ടേ 2? എൻ്റെ പൊന്നാറ മക്കളെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണെങ്കിൽ 2 അങ്ങോട്ട് പൊട്ടിച്ചേക്ക്. ഒന്നും നോക്കണ്ട, പടക്കേ പടക്കേ എന്ന് പറഞ്ഞ് 2 പൊട്ടിച്ചേക്ക്. അത്രേ പറയാനുള്ളൂ. കാരണം നമ്മളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നതാണ്. അവിടെയൊക്കെയാണ് ഇവനെപ്പോലുള്ള എല്ലാ തായോളി മക്കൾ വന്നിട്ട് വർഗീയത ഉണ്ടാക്കുന്നത്. അല്ലാതെ എന്താ പറയേണ്ടത്? അങ്ങോട്ട് മാക്സിമം ഷെയർ ചെയ്തോ. കണ്ണി കിട്ടണവന്മാർ 2 പൊട്ടിച്ചോട്ടെ. അതന്നെ കേരള പോലീസ് കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ 2 അങ്ങോട്ട് പൊട്ടിച്ചേക്ക്. ജാതി മതം നോക്കട്ടെ, അങ്ങോട്ട് പൊട്ടിച്ചേക്ക്. ഇവനെപ്പോലുള്ള വർഗീയത പറയുന്ന തന്തയില്ലാത്ത തായോളി മക്കൾക്ക് 2 പൊട്ടിച്ചേക്ക്. അത്രേ ഉള്ളൂ.